15-ാം നൂറ്റാണ്ടിൽ ഇക്വഡോറിലെ ക്വീറ്റോയിൽ ജീവിച്ചിരുന്ന സ്പാനിഷ് സന്യാസിനിയായിരുന്ന മരിയാനോ ഡെ ജീസസ് ടോറസിന് 1594 മുതൽ 1634 വരെ നിരവധി തവണയാണ് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. രാവിലെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മദർ മരിയാനയ്ക്ക് മാതാവിന്റെ ആദ്യ പ്രത്യക്ഷീകരണം ഉണ്ടായത്. ഇടതുകൈയിൽ ഉണ്ണിയേശുവും വലതുകൈയിൽ സുവർണ അംശവടിയുമായി പ്രത്യക്ഷപ്പെട്ട അമ്മ താൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വെളിപ്പെടുത്തി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ തിരുസഭ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് വിജയമാതാവ് എന്ന പേരിൽ പരിശുദ്ധ മറിയം ദർശനം നൽകിയത്. അവസാനം പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയം വിജയമായിരിക്കും എന്നതിനെ സൂചിപ്പിക്കാനാണ് വിജയമാതാവ് എന്ന നാമം ഈ പ്രത്യക്ഷീകരണത്തിൽ മാതാവ് ഉപയോഗിച്ചത്. ക്രൂശിതനായ കർത്താവ് കൂടുതലായി പീഡകൾ സഹിച്ചത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതലുള്ള സഭാമക്കൾ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു. പ്രധാനമായും 3 വലിയ പാപങ്ങളായ പാഷണ്ഡത, ദൈവദൂഷണം, അശുദ്ധി എന്നിവയാണവ. ഭാവിയിൽ ആത്മീയ മേഖലയിൽ വരാനിരിക്കുന്ന തകർച്ചകളാണ് അവയിൽ പ്രധാനപ്പെട്ടത്. ധാർമ്മിക ജീവിതം അധപതിക്കുമെന്നും വിവാഹം എന്ന കൂദാശയുടെ പവിത്രത നഷ്ടപ്പെടുമെന്നും ജനങ്ങൾക്കും മറ്റു പുരോഹിതർക്കും ഉതപ്പു നൽകുന്ന പുരോഹിതരുണ്ടാകുമെന്നും കുട്ടികളുടെ നിഷ്കളങ്കത നഷ്ടമാകുമെന്നും സ്ത്രീകൾ എളിമയില്ലാത്തവരായി തീരുമെന്നും ലൈംഗിക പാപങ്ങൾ വർദ്ധിക്കുമെന്നും അതൊരുപാട് ആത്മാക്കളെ നശിപ്പിക്കുമെന്നും ഭാവിയിൽ ദൈവവിളികൾ കുറയുമെന്നും മാതാവ് മരിയാനയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി. എന്നാൽ ഈ ആത്മീയ തകർച്ചകൾക്ക് ശേഷം ഒരു ആത്മീയ വളർച്ച ലോകത്തിൽ ഉണ്ടാകുമെന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സഭ എല്ലാത്തിനെയും അതിജീവിക്കുമെന്നും വിജയം വരിക്കുമെന്നും പരിശുദ്ധ മാതാവ് മരിയാനയോട് പറഞ്ഞു. 1634 മരിയാനയ്ക്ക് അവസാനമായി മാതാവിന്റെ ദർശനമുണ്ടാവുന്നത്. 1635 ഈ ലോകത്തോട് വിട പറഞ്ഞ മരിയാനയുടെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുന്നത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദർ മരിയാനയ്ക്ക് മാതാവ് നൽകിയ സന്ദേശങ്ങൾ ഈ കാലഘട്ടത്തിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണിച്ചു തരുന്നത് യുക്തിചിന്തകളെ മാറ്റി വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വ്യാപരിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. വിജയമാതാവ് നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പരിഹാര പ്രവൃത്തികൾ ചെയ്ത് നമുക്കും പ്രാർത്ഥിക്കാം.